ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കണം മൈൻക്രാഫ്റ്റിലാണ്. മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 2 സീസൺ 1 പാർട്ട് 2. പാർട്ട് 2 പറയാൻ പറ്റൂല, ബിക്കോസ് നമ്മൾ കുറച്ച് കൂടുതൽ പണികൾ ചെയ്ത് കഴിഞ്ഞു. നോക്കിക്കോ, മനസ്സിലാവില്ലേ? കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? ഇതൊക്കെ കണ്ട, ഇതൊക്കെ സെറ്റപ്പാക്കി മൈനിങ് ബേസ് വരെ ഉണ്ടാക്കി. നമ്മൾ ആർമറും കൂട്ടിയിട്ടുണ്ട്. കണ്ട, എന്താ ഇതിലിപ്പോൾ ഇതുണ്ട്. എന്താ വീണില്ല, അതാ നമ്മൾ ഇത് പോയിട്ടാ അതവിടെ വീട്ട് വീണിട്ടുണ്ട്. നമ്മളെന്തോ ചെയ്തു പോയി. നമ്മളെന്ന് ചെയ്യാൻ പോണ പ്ലാന് പറഞ്ഞാൽ കൗകളെ ബ്രീഡ് ചെയ്ത് പിടിപ്പിക്കാണ് പ്ലാൻ വിചാരിക്കുന്നത്. അതിന് വീട്ടുണ്ടോ നോക്കണം. ആദ്യം വീട്ടുണ്ടെങ്കിൽ മാത്രമാണ് കൗകളെ ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതൊരു പ്രശ്നമാണ്. തീർന്നടാ, നമ്മൾക്ക് വീട്ട് മോഷ്ടിച്ചിട്ട് വന്നല്ലോ. മോഷണ പരിപാടികൾ. അതിന് നമ്മൾക്ക് ബെഡ് വേണണ്ട. വൂളുണ്ടോ? 50 വൂളുണ്ട്. ഒരു ബെഡ് കൈ വയ്ക്കാം. ഇത്തിരി വുഡുണ്ടോ? അത് അവിടെ കിടക്കട്ടെ. വുഡ് ഇവിടെ നിൽക്കാം. യെസ്, നമുക്കൊരു കാര്യത്തിന് വേണ്ടി എല്ലാം വേണം. യെസ്, 25 പോർക്കപ്പൊക്കെ ചെയ്യാണ്ട്. വുഡൊക്കെ തീർന്നു. അത്ര പറയാനുണ്ട്. നമ്മൾ തീർത്തടാ. ശരി, നമ്മളോട് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് വരാം. ബെഡ് കൊന്നുണ്ടാക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം ഇതിലേക്ക് വയ്ക്കാം. വെച്ചിട്ടുണ്ട് വൂളിവിടെ. നമ്മൾ കുറച്ച് ദൂരെ ചിലപ്പോൾ പോകേണ്ടി വരും. ഇവിടെ ഇല്ലെങ്കിൽ ദൂരത്തൊക്കെ പോകണം. അതാണ് പ്രശ്നം. ദൂരെ പോവാൻ മീൻസ് നല്ല ദൂരം ഉണ്ടാവും. ഇതവിടെ 2 വൂള് കിടക്കുന്നത്. 2 3 3 2. നമ്മൾ ഇങ്ങനെ നടന്നു പാട്ടും പാടി പോകുന്നു. ഇവിടെ എന്തെങ്കിലും ഹേബേൽ എന്തെങ്കിലും കിട്ടിയല്ലേ സമാധാനം ഉണ്ടാവും. എനിക്കിനിയും ദൂരെ പോകണ്ടല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സോംബി വില്ലേജ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നുകൂടെ നിങ്ങളെ ഞാൻ അപ്പോൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അവിടേക്ക് പോവാം. കാണിച്ചു കേട്ടോ. സോംബി വില്ലേജ് നമ്മളവിടെ പോയിട്ട് അറ്റാക്കൊക്കെ ചെയ്ത ഓർമ്മയില്ല. ഏതായിരുന്നു? ഈ വഴിയിലായിരുന്നു. ഇവിടെ ഡെസേർട്ട് ഉണ്ടായിരുന്നു. ചാടി ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു. എന്താ ചെയ്യുക? അവിടെ പേടിപ്പിക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. അവിടെ ഈ സോംബി വില്ലേജ് ശരിക്കും ഉണ്ടാവും. നമ്മൾ അവിടെ ഒരു വില്ലേജ് കണ്ടിട്ടുണ്ട്. നേരെ പോകും അവിടെ സോംബി വില്ലേജ്. ഇങ്ങനെ നടന്ന് പോയി എവിടെ എത്തിയിട്ട് റിസോർട്ടിൻ്റെ ഈ വഴിയിലായിരുന്നു ആ വഴിയിലായിരുന്നു. ഓർമ്മയില്ലടാ. അത് റിലീസ് പോകണമായിരുന്നു വില്ലേജ്. അങ്ങനെ ആവാൻ സാധ്യതയുണ്ടോ? കുറച്ചുകൂടെ അടുത്ത് പോയി കാണാൻ പറ്റും. ഏത് വഴി കൂടെ ഓർമ്മയൊന്നുമില്ല. എനിക്ക് കൂടുതൽ സംശയം ഇവിടെ കൂടെയാണ്. ബെഡൊക്കെ കയ്യിൽ വെച്ചിട്ട് നൈറ്റായാൽ പറയാൻ പറ്റില്ല. ബെഡില്ലെങ്കിൽ പ്രശ്നമാണ്. അതാ കണ്ട ഗേസ് സൂം ചെയ്യാൻ പറ്റും. അതാണ് അവിടെ. ഇതൊക്കെ സോംബി വില്ലേജ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. കുറച്ചെണ്ണത്തിൽ കൊന്നല്ലേ വേണം. ഇതുണ്ട് ഈ സ്ഥലത്ത് മയിലിനെ വേണ്ട. അവരെ ജീവിച്ചോട്ടെ. നമ്മളിങ്ങനെ നടന്ന് പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സോംബി വില്ലേജ്. എൻ്റെ ഇവിടെ കണ്ടു സോംബികളെ കണ്ടു. സോംബി വില്ലേജേഴ്സ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ഷീപ്പ് ഉണ്ടായിരുന്നു. ഹേബേൽ ഞാൻ കണ്ടു. അവിടെ നിൽക്കാത്ത ഭാഗ്യം. ഡീസ്പോൺ ഉണ്ടായിരുന്നല്ലോ. ഡീസ്പോൺ ഇപ്പോൾ എന്നെ കുറച്ച് ഹേബേലുണ്ട് ഭാഗ്യം. കണ്ടത് കണ്ട് സോംബി വില്ലേജിൽ കൊന്നല്ലേ. ജീവിച്ചോട്ടെ. സോംബി അല്ലേ, നമ്മൾ സ്വന്തം വില്ലേജേഴ്സ് അല്ലേ. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കുറച്ച് ഇതെടുക്കട്ടെ കേട്ടോ. കുറച്ച് കൂടുതൽ എടുക്കണം. ഇത്ര മതിയാവില്ലേ? ഒരു ബ്രെഡൊക്കെ ഉണ്ട്. ഇവിടെ ആർക്കും ബ്രെഡിന് ആവശ്യമില്ല. മാംസം മാത്രം മതിയാവില്ലേ സോംബിക്ക്.
ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ഇത് വെറുതെ വേസ്റ്റ് ആക്കാണ്ട പറഞ്ഞിട്ട് എടുത്തുണ്ടോ. ഇന്ന് സോംബി കാറ്റാണ് കാണുമ്പോൾ തോന്നുന്നത്. ഗൈസ്, മരുഭൂമിയിൽ സോംബി കാറ്റ് ആണോ? ഈ സോംബി കാറ്റൊന്നും ഉണ്ടാ അറിയില്ല കേട്ടോ. അത് പറഞ്ഞു ഇതൊന്ന് നോക്കണം. കുട്ടികളുണ്ട്. പോട്ടെ ജീവിച്ചു പോട്ടെ. രാത്രി പെട്ടെന്ന് പോകണം. ഓടാനും പറ്റില്ലേ? ഇതെങ്ങനെ ഓടുന്ന സ്ഥിതി? നമ്മൾ 6 മണി പകുതിയാണുള്ളൂ. കാണിച്ചാൽ എന്താണ് ഹെൽമെറ്റ് ബെസ്റ്റ് ആർമറാണ്. ബോട്ട്സ് ഉണ്ടാക്കിയ ഹെൽത്ത് ഒരു ആർമെന്റ് ഫുൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഉണ്ടാക്കിയില്ല. പക്ഷെ ഇവിടെ സീ വ്യൂ കാണാൻ വേണ്ടി കുറച്ച് ഈ കുട്ടന്മാരുണ്ട് കേട്ടോ. രാത്രി അവരുടെ ഓട് ഓടിക്കോ ഓടട്ടോ. നല്ല സ്പീഡിലുണ്ട്. സ്പീഡ് കണ്ട വീട് കാണാൻ പറ്റുന്നുണ്ടാ? എൻ്റെ ഏറ്റവും പൊക്കമുള്ള സ്ഥലം കണ്ട? ഇപ്പോൾ കാണാൻ പറ്റില്ല. ഏറ്റവും പൊക്കമുള്ള സ്ഥലം കാണാൻ പറ്റും. കയറി ഓട്ടം നമുക്ക് നാളെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. നാളെ ബ്രീഡ് ചെയ്യാനുള്ള പ്ലാനാണ് തോന്നിട്ട്. നാളെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. സീസൺ 1 പാർട്ട് 2 കയറി വീട്ടിൽ കയറി വീടടിക്കാം. സമാധാനം ഇപ്പം ഉണ്ട്. ഉറങ്ങാം. ഇനി എത്ര നേരെ ഇറങ്ങണത്? ആദ്യം ഉറക്കം. നമ്മളതിന് ഹേബേൽ ഇതാക്കണം. 10 എണ്ണം ആക്കാൻ പറ്റും. അപ്പം ഒരു ഹേബേലിൽ തന്നെ 9 എണ്ണം കിട്ടും. അപ്പോൾ 10 × 9 എത്രയാണ്? 190 ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റാക്ക് ഉണ്ടാവും ഹേബേൽ. ഐ എം എ മാത്തമാറ്റീഷ്യൻ. മനസ്സിലായി? നമ്മൾ മാത്തമാറ്റീഷ്യനാണ്. 64 26. നമ്മൾക്ക് ഇതിൽ കുറച്ച് ഇവിടെ വയ്ക്കാം. ഏകദേശം 64 ഇവിടെ വയ്ക്കാം. 64 ഇവിടെ വയ്ക്കാം. ബാക്കിയെല്ലാം നമുക്ക് അതിന് കൊടുക്കാൻ നോക്കാം. അതാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ചെയ്യണത് ഹേബിലെടുക്ക് ബെഡ് മാറ്റി. ഈ ബെഡ് എന്ന് വെച്ചിട്ട് എന്ന് മാറാ അല്ലെങ്കിൽ മേത്ത് തല്ലും. ഫീഡ് ചെയ്യിപ്പിക്കുക. ഫീഡ് രണ്ടും കുട്ടികൾ ഉണ്ടാക്കട്ടെ. ലൂട്ട് എത്ര? നമ്മുടെ SP 5 ഉണ്ടോ? ഇതിനൊന്നും ഇനി പേടിപ്പിക്കാൻ പറ്റില്ല. ഇതിന് പീഡിപ്പിക്കാൻ പറ്റും. എടാ പീഡിപ്പിക്കാൻ ഒരാളും കിട്ടില്ലേ? എനിക്ക് ഇനിയും കുട്ടികൾ വേണം. ഇവര് പേടിപ്പിക്കലോ? എഴുത്തൊക്കെ കുറച്ച് കൂടുതൽ വേണം. തീരൂട്ടനെ തീരും. ഗ്യാസ് തീരൂട്ട ഫുഡ്. അത് സോറി ഞാൻ അറിയാണ്ട് ഇതിനെ അടിച്ചാണ്. വലുതായില്ല ഫീഡ് കുട്ടികളുണ്ടായി. എത്ര മതി? ഇനിയൊന്നും നിങ്ങളെ പുറത്തിറങ്ങാൻ നോക്കിയിട്ട് അതിന് ഈ സീൻ നമ്മൾ ഇറക്കും. ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ഇനി ഇല്ലടാ വള്ളത്തിൻ്റെ സാധനം വെക്കുന്നുണ്ട് അവിടെ. നമ്മുടെ അയണി കഴിഞ്ഞടാ. അതിനുണ്ടായിരുന്നു. അത് ഡീസ്പോണായി. എന്തോ സംഭവം അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഡീസ്പോൺ കൊണ്ടുവരാൻ എൻ്റെ നെറ്റിൻ്റെ പ്രശ്നമാണ് തോന്നുന്നത്. മൈനിങ് ഇപ്പോൾ പോകണ്ട. അപ്പോൾ നമ്മൾ പ്ലാൻ ഉള്ളത് നൈറ്റ് ഹണ്ട് വേണം. നൈറ്റ് ഹണ്ട് വേണം. നോക്കാം. ചത്ത പ്രശ്നമുണ്ടോ? എത്ര പോയിന്റ്? 1 പോ. പിന്നെ ഷീൽഡ് ഉള്ളത് കൊണ്ട് ഞാൻ നൈറ്റ് ഹണ്ടിന് പോയത് കേട്ടോ.
ഒരു സെറ്റായ സംഭവം ഉണ്ടായിരുന്നു. പില്ലേജർ പറഞ്ഞൊരു മഹാനായ വ്യക്തി നമ്മളിപ്പോൾ നൈറ്റ് ഹണ്ടിന് പോയപ്പോൾ കണ്ടു. മിസ്സിൻ്റെ നൈറ്റ് ഹണ്ട് ഉണ്ടോ? എല്ലാവരും നൈറ്റ് ഹണ്ടിന് കാരണം നമ്മുടെ വില്ലേജത്തെ ആൾക്കാർ എങ്ങനെയാണ് പോയതെന്ന് അറിയില്ല കേട്ടോ. അവർ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇവർക്ക് ഈ വില്ലേജ് ഇഷ്ടപ്പെട്ടിരുന്നത് അവർ വേറെ എവിടെയും താമസിക്കാൻ പോയില്ല. അതാണ് എൻ്റെ അറിവിൽ തോന്നണത്. അയ്യോ ഇത് പോയി കിട്ടിയാ പിന്നെ കിട്ടും. ഗൈസ് നൈറ്റ് ആണ് വരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ തിന്നല്ലോ അവനെ ജീതുവാട്ടെ. പിന്നെ ഇടയ്ക്കല്ല ആക്രമിക്കുള്ളൂ, വെള്ളത്തിലിറങ്ങിയാലല്ല എനിക്കുണ്ട്. ഫുള്ളാക്കണം, അവിടെ ഫുള്ളാക്കണം. നൈറ്റ് ആണെന്നുണ്ട് ഫുള്ളാക്കണം. അല്ലെങ്കിൽ ഹെൽത്ത് ഫുള്ളാക്കണം, എല്ലാം ഫുള്ളാക്കണം. പ്രശ്നമാണ് നൈറ്റ് കൊണ്ട് പറഞ്ഞ പ്രശ്നം. അവിടെ 11 ആണ് ഡെഡ്. എടാ നമുക്കിവിടെ പില്ലേജർ ആവുമ്പോൾ സ്ഥലത്തുണ്ട് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് തപ്പാൻ പോയില്ലേ? ബെഡില്ലേ? ബെഡുണ്ട്, അതിന് പോവാം. പില്ലേജർ ഔട്ട് പോസ്റ്റ് തപ്പാൻ ഈ വഴി കൂടെ പോകണം. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഞാൻ നൈറ്റ് ഉണ്ടല്ലോ, നൈറ്റ് ഉണ്ട് മാറ്റി നമ്മൾ പില്ലേജർ ഔട്ട് പോസ്റ്റ് തപ്പാൻ പോകും. തപ്പിക്കളിക്കാമല്ലോ. എന്നിട്ടൊരു പില്ലേജറിനെ കൊന്നിട്ട് ഓടി വരാം. അപ്പം ട്രെയിൽ വരും, എന്നാൽ പിന്നെ സെറ്റ് ആവുള്ളൂ. നമ്മളതിൽ അത്രയ്ക്ക് ഇതില്ലടാ, ആർമർ അതൊക്കെ അത്രയ്ക്കില്ല. എനിക്കതാണ് പ്രശ്നം. വില്ലേജർ ഔട്ട് പോസ്റ്റ് തപ്പിയിട്ട് സ്പോട്ട് ചെയ്ത് വെക്കടാ, അത് നല്ലത്. തപ്പിയിട്ട് സ്പോട്ട് ചെയ്ത് വെക്കാം, ഇതല്ലേ നല്ലത്. അത് വില്ലേജർ ഔട്ട് പോസ്റ്റാണ് തോന്നുന്നു. അടുത്ത നോക്കും. അല്ല 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 എടാ എടാ ഐസ് ബയോം നോക്കടാ, അതിലെന്തോ ഐസ് ബയോം ഇടാ. ഇത്ര എടുത്ത ഐസ് ബയോം അവിടെ പോകത്തിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഐസ് ബയോം ഉണ്ടായിരുന്നില്ല. അവിടെ പോളാർ വിയർ കിട്ടിയിരുന്നു, കണ്ടിട്ട് വരുമായിരുന്നു. പോളാർ വിയർ നായ്ക്കളൊന്നും കിട്ടിയില്ലടാ. എനിക്കൊരു ബയോം വേണം. മറ്റേ ഹില്ലി റീജിയനില്ലേ അവിടെ വേണം, അത് വേണം. അവിടെ ടേർട്ടില് ഇതിനെ പെറ്റാക്കാൻ പറ്റും. ഒന്ന് അടിച്ച് കൊന്നാലോ നിന്നെ. ആയിക്കോട്ടെ, നല്ല ടേർട്ടിലൊക്കെ കണ്ടടാ. ഇന്ന് സുഖമാണ്. ഇതുപോലെ ഇങ്ങനെയാണ് വേണ്ടത്. എത്ര നേരം എടുക്കൂടെ അവിടെ എത്താൻ? ഇനി കുറേ നേരം ഉണ്ടാവും. ഭ്രാന്താണ് ഗൈസ്. വിശപ്പ് എത്രയും നോക്ക്. 5 തിന്നിട്ടെന്നില്ലേ തിന്നു കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ സ്റ്റോർ എടുത്തുണ്ടോ? എന്തിനാണ് ഈ സ്റ്റോർ കയ്യിലേക്കിന്? എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പ്രശ്നമാണോ? ഇതിനെപ്പെട്ട് എന്താ സംഭവിക്കല് കേട്ടാ പറയാം. വീട്ടിലിരുന്നില്ല. വില്ലേജർ ഔട്ട് പോസ്റ്റ് ഒന്നും കാണാനില്ലടാ. എന്താ ചെയ്യുക? വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നു. ഇവിടെ നിന്നൊക്കെ നോക്കിയായിരുന്നു. അവിടെ വില്ലേജ് ലൂട്ടി ഇന്നലെ വില്ലേജാണല്ലോടാ. വില്ലേജ് സമയമാണ്. ആ സോംബി വില്ലേജാണ്. മൈക്കില്ലാലോ, മൈക്കാവാണ്ടിരുന്നാൽ മതി. അപ്പോൾ അവൾ ഊട്ടിയാലുണ്ടായി. ആണോടാ തോന്നുന്നുണ്ടാ.
അല്ല 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 സാധാ വില്ലേജാണ്. അല്ലടാ അത് തന്നെയാണ് സോംബി വില്ലേജാണ്. സോംബി വില്ലേജാണ്. സമയം ശരിയല്ലടാ. എൻ്റെ സമയം ശരിയില്ലട്ടോ. സോംബി വില്ലേജല്ലേ. ഫുഡൊക്കെ എടുക്കും. വെളുത്ത് ക്രോപ്പൊക്കെ എടുക്കട്ടെ. ഇതൊക്കെ എടുക്കാം. എടുത്ത് ആവശ്യത്തിന് എടുക്കുന്നു. 3 വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ 3 വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അത് സോംബി വില്ലേജ് അടിക്കുകയാണ്. അടിച്ചോ എന്നെ അടിച്ചോ എന്നെ അടിച്ചത് ലൂട്ടിയ എവിടെയൊക്കെ ലൂട്ടുണ്ടാവും. പെട്ടെന്ന് ലൂട്ടിയടാ. ലൂട്ട് അങ്ങോട്ടാക്കടാ. ലൂട്ടൊക്കെ ചെയ്തിട്ട് പോവാ പെട്ടെന്ന്. നിൽക്കണം, അതിന് സേഫ് അല്ല. ഒരിതുണ്ട് സാലഡ് ഏടുണ്ട്. മതി ഇനി കൂടെ അധികം നിൽക്കണമെന്ന് ശരിയല്ലടാ. നൈറ്റ് വരെ ബെഡൊക്കെ സെറ്റ് ചെയ്താ. ബെഡ് സെറ്റൊക്കെ ചെയ്താ. പിന്നെ നാളെ ലൂട്ടിക്കാം. നൈറ്റ് അവറായിട്ടാ പ്രശ്നമാണ്. ബെഡൊക്കെ വെച്ചോ. പിന്നെ ഉറങ്ങണം. ബെഡൊക്കെ വയ്ക്കാം. ഒരു സമാധാനമായിട്ടുള്ള സ്പോട്ട്. ഇവിടെ ഒരു മോൺസ്റ്റേഴ്സ് ഇല്ല. ഇതിന് കുറച്ചുകൂടെ പോയിട്ട് നമ്മുടെ ഇനി ഉറങ്ങാൻ പറ്റും. ഗൈസ് 17 മിനിറ്റായി. നമ്മൾ 20 മിനിറ്റിൻ്റെ വീഡിയോ ഇടാം. ഗൈസ് ഇന്നൊക്കെ വില്ലേജ് തപ്പി പോകേണ്ട അവസ്ഥയുണ്ട്. വില്ലേജിൽ ഔട്ട്പോസ്റ്റ് ഒന്നുമില്ലടാ. അപ്പോൾ വില്ലേജ് നമ്മളുടെ കിടക്കണം. നമ്മളെ വീഡിയോ അല്ലേ കാണിച്ചു. ഉറങ്ങി കറക്റ്റ് സമയത്തിന് ഉറങ്ങിട്ടോ. എവിടെ ബെഡ് മതി. നമുക്ക് എന്തെങ്കിലും ലൂട്ട് ചെയ്യാൻ പോവാം. ഇനി ഇവിടെ ലൂട്ടിങ് ചെയ്യാം. സൂക്ഷിച്ചൊക്കെ ലൂട്ടിങ് ചെയ്യാം. എനിക്ക് ആ ഗ്യാസിൻ്റെ തോന്നും. അതിൻ്റെ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടായി നോക്കണം. ആദ്യം ആൾക്കാരുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ മോളിക്കൊന്നും കാണുന്നില്ല. ലൂട്ടൊന്നുമില്ലടാ. പോവാ. താഴെ ഇങ്ങനെ സേഫ് ആയിട്ട് ഇതാവശ്യം വരും. ഇതിൻ്റെ പേരാണ് ബ്രൂയിങ് സ്റ്റാൻഡ്. എല്ലാ ബെഡൊക്കെ ഉണ്ട്. എല്ലാ ബെഡും എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ജസ്റ്റ് ലൂട്ട് ചെയ്താണ്. ഏവരും എടുക്കണം. അതൊക്കെ എടുക്കാം. ഒന്നും കൂടി ഉണ്ട്. ഏബിയിൽ ആവശ്യമുണ്ട്. ഏബിയിലൊക്കെ അത്യാവശ്യമാണ്. നമ്മുടെ കുട്ടന്മാർ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഏബിയിലൊക്കെ അത്യാവശ്യമാണ്. അത്യാവശ്യം സാധനം ഇവിടെ കൊടുക്കും. ഇവരെ കോഴികളൊക്കെ ഇവരൊക്കെ കണ്ടിച്ചത് ആണോ? ജസ്റ്റ് കിട്ടണം. സാധാരണ സാധനങ്ങൾ ഇവിടെ ക്രീപ്പറൊക്കെ പൊട്ടിയതിൻ്റെ ആവശ്യങ്ങളുണ്ട്. ഈ സോംബി വില്ലേജിലൊക്കെ സുഖമായിട്ട്
ഈ സോംബി വില്ലേജ് എനിക്ക് ഇഷ്ടമാണ്. ഇവരൊരു പ്രശ്നമില്ല ഇവിടെ. ഇവിടെ എന്തെങ്കിലും മുളകൂട്ടിയാണ്ടോ പോവാണ്. എന്തെങ്കിലും സാധനം ഉണ്ടോ? ഒന്നും സാധനം എടുത്തിട്ടില്ല. ബ്രെഡ് മാത്രം ആവശ്യമുള്ള സാധനം എടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുണ്ടോ ചേട്ടാ? ഇവിടെ എന്തെങ്കിലുണ്ടോ? ഇവിടെ ഒന്നുണ്ട്. ഇവിടെ പുറത്തിട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള വഴി എവിടെ? ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള വഴിയില്ലേ? കയറാനുള്ള വഴി അതൊക്കെ ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള വഴിയില്ലേ? ഈ സോംബി വില്ലേജർ സോംബിനെ പോലെയുള്ള കുറച്ച് ബുദ്ധിയുണ്ട്. ഉള്ളിൽ തന്നെ നിൽക്കില്ല. രാത്രിയായി മാത്രമേ ഒരു പുറത്തിറങ്ങുള്ളൂ. അതാണ് സോംബി വില്ലേജസ്. ഈ നൈറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ അവസാനിക്കും. അത്ര ഉള്ളൂ പറയാൻ. നമ്മുടെ സോഡ് കുട്ടി ബെസ്റ്റ്. എന്നാണ് ഇങ്ങനെ എതിരിടും. ടെസ്റ്റ് ഉണ്ടോ? ടെസ്റ്റൊന്നുമില്ല. എക്സ് ഉണ്ട്. ഇനി അതും പിടിച്ച് പൊട്ടിക്കണ്ട. ഇത്രേ ഉള്ളു സാധനങ്ങളുണ്ട്. ആൾക്കാർ പറഞ്ഞാൽ പങ്കിയുള്ള സ്ഥലത്ത് വില്ലേജ് ഉണ്ട് ഇവിടെ. കുറേ വ്യൂവേഴ്സ് നമ്മൾ വെട്ട് പോകണ്ട കേട്ടോ. ഈ വില്ലേജ് നമ്മൾ ലൂട്ട് ചെയ്തെടുത്തു. നമ്മുടെ സ്വന്തം വില്ലേജ് നമ്മൾ തന്നെ പിന്നെയും പോകണം കേട്ടോ. നമ്മുടെ സ്വന്തം വില്ലേജിൽ പോകുന്നുണ്ട്. ശരി, ഇത്രേ ഉള്ളൂ. ഏത് വഴി കൂടിയാണ്? അതായിരുന്നു വീടിൻ്റെ പോണ വഴി നടന്നുപോയാ ഫസ്റ്റിട്ടാ. അത് നേരെ അതിൽ കൂടെയാണ്. ഓർമ്മയുണ്ട്, അതിൽ കൂടെയായിരുന്നു. ഒന്നും പറ്റിയില്ല. ഇതിൽ കൂടെ നേരെ പോവാം. ഇവിടെ ഇങ്ങനത്തെ കയറ്റി ഞാൻ ഇവിടെ ഈ സോംബി വില്ലേജിൻ്റെ അടുത്തൊക്കെ കാണില്ല. നമ്മൾ 2 വില്ലേജ് ലൂട്ട് ചെയ്തെടുത്തിട്ടാണ്. സീനായിട്ടും കൂടെ ആവട്ടെ. എന്നിട്ട് നമുക്ക് പോവാം. നമുക്ക് ഇവിടേക്ക് പോവാം. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ കഷ്ടം. എത്ര വിഷമകരമായ കാര്യങ്ങളാണ് ഇവിടെ സോംബി വില്ലേജ്. അവിടെ ഞാൻ എന്തെങ്കിലും മനസ്സിലാക്കിയതല്ല. അവിടെ ഇങ്ങനെ നിൽക്കണമല്ലോ. അത് തോന്നിയിട്ടാണ് സോംബി വില്ലേജാണ്. അല്ലെങ്കിൽ ലൈറ്റാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ ഐസ്ലാൻഡ് എത്തിയാലാണ് നമ്മൾ അടുത്തെത്തി പറയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അടുത്തെത്തി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ എത്താറായി. നേരം ബോറടിച്ച് എടുക്കാൻ വരുന്നു. എപ്പോൾ എത്തൂടെ അവിടെ? ഒറ്റേരെടുക്കും. ഐസ്ലാൻഡ് അടുത്തെത്തി. അടുത്താണ് കേട്ടോ. അവിടുന്ന് അങ്ങോട്ടായിരുന്നു. ഇങ്ങോട്ടായിരുന്നു. സ്ട്രൈറ്റ് തന്നെ പോയി നോക്കണം. അത് ആ മല ഉണ്ട്. അതാണ് വേണ്ടത്. അതന്നെയാണ്. അതെന്നെ അങ്ങനെ ആയിരുന്നു. പോവാ. ആ കാട്ടിക്കൂടെ കയറിയിട്ട് കയറണ്ടേ? കൂടെ കയറിപ്പോ വീട്ടില് നമ്മളത് സിഗ്നലിട്ടാണ്. നമ്മൾ കുറച്ച് നേരം റെക്കോർഡ് ചെയ്ത് കഴിയാറായി. എത്ര നേരം എടുക്കും വീടെത്താൻ? ഇനി എൻ്റെ ഭയങ്ങൾ കഴിയണം. വീടിൻ്റെ ആവശ്യം പോലും നമ്മൾ വഴി തെറ്റിയായി. സ്ട്രീറ്റ് മറിഞ്ഞ അതന്നെ കിട്ടി. നമ്മൾ വില്ലേജ് എത്തില്ല. സ്ട്രൈറ്റ്
അതാ നമ്മുടെ വില്ലേജ് കണ്ടാ, നമ്മുടെ വില്ലേജ് കണ്ടാ, എൻ്റെ വീട് കണ്ടാ, വീട് കണ്ടാ. സമാധാനം, പിന്നെയും വീടെത്തി. അതാ നമ്മുടെ സുന്ദര കുട്ടനായ വീട്. ബ്ലാ ബ്ലാ ബ്ലാ. അപ്പോൾ കണ്ട വീട്, വില്ലേജ് വീട്. നമ്മളെത്താറായി വീട്. എത്ര നേരം എടുക്കും? ഇവിടെ എത്തി ഫൈനലി വീടെത്തി. ഞാനില്ലേ അല്ലെങ്കിൽ ലോസ്റ്റായി പോയി. ഞാൻ ലോസ്റ്റ് എഴുതി വയ്ക്കുന്നുണ്ടാവും ടൈറ്റലിൽ. ഒമ്പോ എന്താ സംഭവം, പ്രശ്നമായിരുന്നു. കൊടുത്താണ് ഗൈസ്. അവിടെ പറഞ്ഞാണ് നമ്മുടെ വീട്ടിൽ വീഡിയോ എടുത്തു. ഇങ്ങനെ ഷീൽഡ് പിടിച്ചു അറ്റാക്ക് ചെയ്യും. നമ്മൾ കുറച്ച് നേരം എടുക്കണം നൈറ്റ് ആയിട്ട് നമ്മൾക്ക് വേണ്ടി വരും. എന്നിട്ട് അടുത്ത വീട് പാർട്ട് 3 നൈറ്റ് കണ്ടുക. ഓക്കെ, പാർട്ട് 3 നൈറ്റ് കണ്ടായിരിക്കും. ഇതിന് നമ്മൾ മുഖം സ്പേസ് വെച്ചിട്ട് നമ്മൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യണമെന്ന് പറയണം കേട്ടോ. കമൻറ്റ് ബിലോ നമ്മൾ നൈറ്റാണ് വരെ മുകളിൽ കയറി നമ്മുടെ വീട്ടിൻ്റെ ഏറ്റവും മുകളിൽ. ഈ ഭാഗം കണ്ട, ഈ ഭാഗത്ത് പെട്ടെന്ന് മനസ്സിലാക്കും. ഞാൻ ടോപ്പ് ചെയ്ത് വെച്ചിറക്കണം എന്തിനാണ് അറിയാം, പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മൾ ആ മലയിൽ നിന്നിപ്പോൾ കണ്ടില്ലേ, അങ്ങനെ മനസ്സിലായി. ഇവിടെ നിന്നപ്പോൾ വീട് ഫുള്ളായിട്ട് കണ്ടു. അതൊക്കെ അങ്ങനെ അറിയാൻ വേണ്ടിയാണ്. എനിക്ക് ഇത് കണ്ടുപിടിക്കണം, മറ്റേ പിരമിഡില്ലേ, അവിടെ പോയിട്ട് കുറേ ട്രഷർ കിട്ടും. നമ്മൾക്ക് ഈ വഴി കൂടെ പോയാൽ പിരമിഡ് കിട്ടും തോന്നുന്നുണ്ട്. കമൻറ്റ് പോലെ പിരമിഡിക്ക് ഇനി പോകണം. അവൻ്റെ കയ്യിൽ എന്താണ് സാധനം? നമ്മൾ നോക്കിയിട്ടെന്നാണ് നൈറ്റ് പറയടാ. നൈറ്റ് ആവറേ. നാളെ നോക്കിയിട്ടില്ല, നാളെ നോക്കാം. ഇന്ന് ഇത്രയുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം, ഉറങ്ങുമ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, 37 years later. എന്തോ സാധനം എത്ര നേരം എടുക്കുമല്ലോ. എന്ത് ജീവൻ 37 years later. ഉറങ്ങി വൈൻഡപ്പ് ചെയ്തു ഗൈസ്. വീഡിയോ കഴിഞ്ഞു.